എന്നിട്ട് ഹീറോയുടെ ഓഫീസിൽ ചോദിച്ചിട്ട് ജംഗുക്ക് ബേബിയെ വിളിച്ച് അവിടെ ഒരു ഹീറോയിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു സിഒ ഉണ്ടായിരുന്നു അപ്പുറത്തെ ബിസിനസ്. ഹീറോയിനോട് എങ്ങനെ കുറച്ച് കറക്റ്റ് ചെയ്യാൻ ഹീറോയിൻ്റെ അടുത്ത് വന്നായിരുന്നു. ജംഗുക്ക് അവരുടെ അടുത്ത് വിളിച്ച് അവന് കുറച്ച് ടെൻഷനായിരുന്നു. എന്നിട്ട് അവൻ അവിടുന്ന് ശരി ഓക്കെ എനിക്കൊരു ജോലി ഉണ്ടെന്ന് അവൻ അവിടുന്ന് പോയി. ശരി ജംഗുക്ക് എന്ത് പറ്റി? ശരി ഓക്കെ റെഡിയാണോ? നിങ്ങൾ റെഡിയാണ് മാം. അതുമാത്രമല്ല നിങ്ങൾ പറഞ്ഞതൊക്കെല്ലാം ഓക്കെയാണ് ജംഗുക്കിനോട് ജംഗുക്ക് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ കുറച്ച് ജോലിയുണ്ട് അത് ശേഷിച്ചിട്ട് നമുക്ക് പോവാം. അങ്ങനെ കുറച്ച് ലീവ് എടുക്കാം അങ്ങനെ പറഞ്ഞു ഹീറോയി. കുറച്ച് ജോബ് നന്നായിട്ട് ചെയ്തായിരുന്നു. ജംഗുക്കോട് മിണ്ടാതിരുന്ന് നോക്കുമായിരുന്നു. കുറച്ച് ഗേൾസ് എല്ലാം ജംഗുക്ക് സൈറ്റ് അടിക്കായിരുന്നു. അങ്ങനെ അതിലൊരു ഗേൾ പറയാൻ തുടങ്ങി, എടി അവർ ബോയ് ഫ്രണ്ട് ഹസ്ബൻഡ് വൈഫാടി. അങ്ങനെ ഒരു ഗേൾ പറയായിരുന്നു. എന്താണ് പറയുന്നത്? അതുമാത്രമല്ല പറയുന്നത് കേട്ടായിരുന്നു. അത് റൂമറായിരിക്കും. അല്ലടി റൂമറല്ലടി ഹസ്ബൻഡ് വൈഫ് പറയുന്നത് കേട്ടായിരുന്നു. അങ്ങനെ അവൾ പറയായിരുന്നു. അതുകൊണ്ട് അവൾ കുറച്ച് സാഡായിരുന്നു. കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് വൈഫാ അങ്ങനെ പറഞ്ഞാൽ കുറച്ച് ഗേൾസുകളുടെ ടെൻഷനായിരുന്നു. ശരി ഒരുപാട് ഞാൻ പ്രപ്പോസ് ചെയ്യാം എന്ന് ഒരു ഗേൾ പറഞ്ഞായിരുന്നു. അത് ഭയങ്കര മെണിക്കാണ്. വലിയ ആളാക്കി ഞാൻ വലിയ സുന്ദരി അങ്ങനെ ഇങ്ങനെ വലിയ ആളിതാക്കായിരുന്നു. അങ്ങനെ കുറച്ച് 1 month ഓഫീസിൽ ലീവ് എടുത്തായിരുന്നു ഹീറോയിൻ. ഇതേ ചേട്ടനാണ് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ജംഗുക്കിനെ അവൾ ഹീറോയിൻ ഒരു പ്ലേസ് കൊണ്ടുവന്നു. അങ്ങനെ ജംഗുക്ക് ഒരു ഡ്രസ്സ് കൊടുത്തിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് റെസ്റ്റ് എടുത്താൽ പിന്നെ ഒരു 2 പേര് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ജംഗുക്ക് പറയാൻ തുടങ്ങി, എന്താ മാം ബേബിയെന്ന് പറയണമെന്ന് പറഞ്ഞു. ശരി ഓക്കെ ആ ജംഗുക്കിന് കിസ് ചെയ്താണ്. അങ്ങനെ ജംഗുക്കും ഹീറോയ്ക്ക് എല്ലാം നടക്കുമായിരുന്നു. ജംഗുക്ക് ഫസ്റ്റ് തേങ്ങയായിരുന്നു. പിന്നെ ജംഗുക്ക് എൻജോയ് എന്ന് തുടങ്ങിയായിരുന്നു. ജംഗുക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ പഠിപ്പിച്ച് കൊടുത്തത് കൊണ്ട് ഓൾറെഡി വീഡിയോ ഫ്രണ്ട്സെല്ലാം ഓൾറെഡി അയച്ചായിരുന്നു. അതുകൊണ്ട് ജംഗുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജംഗുക്ക് ഭയങ്കര ഹീറോയിൻ ക്ലോസ് ആകാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ജംഗുക്ക് കുറച്ച് ഹീറോയിന്മാരെ ഫീലിംഗ് വരാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ജംഗുക്കിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കോൺട്രാക്ട് മാരേജ് അത് സെറ്റാകാൻ ഹീറോയിൻ ഓർക്കായിരുന്നു. ഇപ്പം എന്താ ചെയ്യാനായിരുന്നു. ജംഗുക്ക് പറഞ്ഞ ഹീറോയിൻ ജംഗുക്ക് ഒരു ഗേളിൽ കൂടെ ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ആ കണ്ണ് ജംഗുക്കിനെ കണ്ണതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷനായി. അങ്ങനെ ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഹീറോയിൻ ടെൻഷനിൽ അവിടുന്ന് ഹീറോയിൻ പിടങ്ങിയിട്ട് പോയി. ഇതുകൊണ്ട് ജംഗുക്ക് ഷോക്കായിരുന്നു. ഇല്ല അതൊന്നുമില്ല എന്ന് പറയാൻ വന്നായിരുന്നു. ഹീറോയിൻ ടെൻഷനിൽ ഹീറോയിൻ അവിടുന്ന് പോയിരുന്നു. അങ്ങനെ ജംഗുക്കോട് സംസാരിക്കുക. പിന്നെ ഹീറോയിൻ കുറച്ച് നാൾ ഒരു ഫോറിൻ കൺട്രിയിൽ പോയിരുന്നു. അങ്ങനെ ഹീറോയിൻ പെണ്ണിട്ടായി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ബേബി നന്നായിട്ട് കഷ്ടപ്പെട്ട് പോറ്റാൻ തുടങ്ങി. ശരിയായി ഇപ്പം ബേബി കുറച്ച് വളരുന്നത്. ഇനി അങ്ങനെയായിട്ട് ഹീറോയിൻ കൊറിയനിലേക്ക് വന്നു. കൊറിയയിലാണ് അങ്ങനെ ഹീറോയിൻ ചോദിച്ചു ചേട്ടാ ഇത് ജംഗുക്ക് ജംഗുക്ക് മൊത്തം ചേഞ്ചായി. മുമ്പ് ചൈൽഡേഴ്സ് ഉണ്ടായി. ഇപ്പോൾ ഹീറോ ടെൻഷനായ വാക്ക് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ജോലിയായിട്ട് സംസാരിച്ച് വരായിരുന്നു. ബേബി സ്കൂളിൽ അയക്കായിരുന്നു. ഹീറോയിന് ജംഗുക്ക് കണ്ടപ്പോൾ ജംഗുക്ക് മനസ്സിലായി, ഇവിടെ ഉണ്ടോ എന്ന് ജംഗുക്ക് വന്നായിരുന്നു. അങ്ങനെ ബേബീസ് ചെയ്യുമ്പോൾ ബേബീസിൻ്റെ ജംഗുക്ക് മാറിയിട്ട് അപ്പോൾ ജംഗുക്ക് മനസ്സിലായി ഈ ബേബീസിൻ്റെതാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പ്. അങ്ങനെ ഹീറോയിൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ജംഗുക്ക് ഹീറോയിൻ നടന്നുകൊണ്ട് വരുമ്പോൾ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. ബേബീസ് മേടിച്ചു. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഡ്രൈവിങ് പോകുന്ന ജംഗുക്ക് കുറച്ച് ആളുണ്ടായിരുന്നു. ജംഗുക്ക് ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ജംഗുക്ക് വീട്ടിൽ വന്നിരുന്നു. ഹീറോയിൻ നോക്കിയായിരുന്നു. പിന്നെ ഹോളിഡേ പെണ്ണിനെ എടുത്തോണ്ട് വന്ന് എപ്പോഴും തല്ലിയായിരുന്നു. അതേ പറയണോ മനസ്സിലായി. അങ്ങനെ ഹീറോയിൻ കട തുറന്നത് ജംഗുക്കായിരുന്നു. ജംഗുക്ക് കണ്ട് ഹീറോയിൻ ഷോക്കായിരുന്നു. ജംഗുക്ക് നീ ബേബിയെ എനിക്ക് ഇതിന് ഒരുപാട് പിടിക്കും. അതുമാത്രമല്ല അവൾ ഇതിൻ്റെ കളവ് പറഞ്ഞതാ ഇതാധാരം എല്ലാം ജംഗുക്ക് കാട്ടിയായിരുന്നു. അവൾ പറഞ്ഞ് അവൾ സത്യം പറഞ്ഞതാണ്. അപ്പോൾ ഹീറോയിൻ വീട് ചേഞ്ചായി. സോറി ജംഗുക്ക് എന്ന് തന്നെ ഹാക്ക് ചെയ്തു. ജംഗുക്ക് പറഞ്ഞു എനിക്കെന്നെ ഒരുപാട് ഇഷ്ടം, ഞങ്ങൾ മാരേജ് കഴിച്ചോളാം എന്ന് ചോദിച്ചായിരുന്നു. ജംഗുക്ക് കേട്ടതുകൊണ്ട് ഹീറോയിൻ ഓക്കെ പറഞ്ഞു. ഹീറോയിൻ ജംഗുക്ക് 2 പേരും മാരേജ് കഴിച്ചായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും മാരേജ് കഴിച്ചായിരുന്നു. അതേകൊണ്ട് അവർക്ക് മാരേജ് കഴിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ജംഗുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ജംഗുക്ക് 2 ബേബീസിനെ ഭയങ്കര ഹാക്ക് ചെയ്യുന്നു. ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബിയാണ്. ഡാഡി
കുട്ടികൾ പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആക്ച്വലി ഫാമിലി ഫോട്ടോ എടുത്തത് ഇത് കണ്ട ശിവക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ സമാധാനമായി ഇവരെല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ജംഗുക്ക് ഹീറോയിനെ വിടുന്നില്ലായിരുന്നു. ഹീറോയിൻ അയ്യോ ഇവിടെ പാവം ഇപ്പോൾ ചേഞ്ചായി. എന്നാൽ ഹീറോയിൻ ഓഫീസ് പോയാൽ ഹീറോയിൻ ഓഫീസ് റൂമിൽ ഒരു സീക്രട്ട് ബെഡ്റൂം ഉണ്ട്. അങ്ങനെ എല്ലാ ഹീറോയിൻ്റെ ചേട്ടൻ്റെ തലയില. അങ്ങനെ ജംഗുക്ക് ഹീറോയിനെ ടോർച്ചർ ചെയ്യായിരുന്നു. അങ്ങനെ റോമൻസ് ടോർച്ചർ ചെയ്യാൻ ഹീറോയിൻ വേറെ ജംഗുക്ക് വേറെ പറയണം. ഇത്ര നാളും ഞാൻ എന്നെ പട്ടിണി ഇരുന്നല്ലേ നീ എന്നെ വരുന്ന ഹീറോയിനെ ടച്ച് ചെയ്തായിരുന്നു. അത് 1 month ലീവ് എടുത്ത് ഹീറോയിനെ ഭയങ്കര ടോർച്ചർ ചെയ്തായിരുന്നു. ഡേയ്സ് പോകുന്നുണ്ട്. ഹീറോ ഇപ്പോൾ പ്രഗ്നൻ്റാണ്. ജംഗുക്ക് ഭയങ്കര കെയറിങ് ചെയ്യായിരുന്നു. ജംഗുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ജംഗുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ജംഗുക്ക് ഭയങ്കര കെയറിങ് ആയിട്ട് നോക്കായിരുന്നു. അങ്ങനെ ജംഗുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ജംഗുക്ക് ബേബി ജനിച്ചായിരുന്നു. ക്യൂട്ടായ ബോയ് ബേബിയാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് കെയറിങ് ചെയ്ത് ഡേയ്സ് പോകുന്നത് കുറേ ഡേയ്സ് പോയി. പിന്നെ കുറച്ച് വരുന്നിട്ടായി വേഗം വരുന്നിട്ടായി. ഹീറോയ്ക്ക് ടെൻഷനായി. ഞങ്ങൾക്ക് നോക്കാൻ ഞങ്ങൾ ചിരിക്കായിരുന്നു. നന്നായിട്ട് ഹീറോയ്ക്ക് നന്നായിട്ട് കെയറിങ് ചെയ്തായിരുന്നു. അത് ഗേൾ ബേബിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ 4 ബേബീസിനോട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കായിട്ട് വന്ന് നിന്ന് വെക്കുന്ന ഞങ്ങൾക്ക് മുറക്കായിരുന്നു. ഞങ്ങൾക്ക് ഇല്ല അങ്ങനെ ഒന്നുമില്ല. അത് ഞങ്ങൾക്ക് തലച്ചെറിയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചിരിക്കായിരുന്നു. ഇങ്ങനെ ഹീറോയിന് വിസരിച്ച് സമാധാനമാക്കിയായിരുന്നു. അങ്ങനെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയി പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ ജോലിയായിട്ട് ഓഫീസിൽ ചോദിച്ച് അതുപോലെ ജംഗുക്ക് അവിടെ ജിം പറഞ്ഞ സ്വന്തം ജിമ്മുണ്ട്. അതിൽ ജോലി ചെയ്യാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ഫാമിലി ആയിട്ട് ബേബീസ് പറഞ്ഞാൽ ഭയങ്കര ജിമ്മൊക്കെ വരും. ഡാഡി ഡാഡി എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി ഫാമിലി സ്റ്റോറിയാണ്. ഹാപ്പി എൻഡിങ് സ്റ്റോറി. ബൈ ടാടാ.